അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. അലൈക്കും അസ്സലാം. ആ എല്ലാവരും ഉഷാറല്ലേ? നബിദിനൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അതിന് ഭാഗമായിട്ട് നമുക്കിന്ന് നല്ലൊരു ഇസ്ലാമിക് ചോദ്യം ചോദിക്കാൻ പോവാണ്. ചോദിക്കട്ടെ? ചോദ്യം ഇഷ്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടൊക്കെ പഠിക്കണ്ടേ? ഉസ്താദേ, ചോദ്യം ഇഷ്ടാണ്, ചോദിച്ചോളൂ. ആ ചോദ്യം 1. മാതാപിതാക്കളെ ധിക്കരിക്കേണ്ടത് എപ്പോഴാണ്? നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ധിക്കരിക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം ഞാൻ തന്നെ പറയാം, അറിയില്ലെങ്കിൽ. ഉസ്താദ് പറ ഉസ്താദേ, ഞങ്ങൾക്കറിയില്ല. മാതാപിതാക്കളെ ധിക്കരിക്കേണ്ടത് അള്ളാഹുവിൽ പക ചേർക്കാൻ നിർബന്ധിച്ചാൽ, അള്ളാഹുവിനോട് പക ഉണ്ടാക്കാൻ നിർബന്ധിച്ചാൽ മാതാപിതാക്കളെ നമുക്ക് ധിക്കരിക്കാം. അല്ലാതെ ഒരു കാരണവശാലും മാതാപിതാക്കളെ ധിക്കരിക്കരുത്. മനസ്സിലായോ? മനസ്സിലായി ഉസ്താദേ. അടുത്ത ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സൂറത്ത് ഓതുന്നത് കേട്ടാണ് ഉതുബത്ത് സുജൂദിൽ വീണത്? അറിയോ? ആർക്കെങ്കിലും അറിയോ? ഉത്തരം ഹാമീൻ സജദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സൂറത്ത് ഓതുന്നത് കേട്ടാണ് ശത്രുവായ ഉതുബത്ത് സുജൂദിൽ വീണത്? ഹാമീൻ സജദ എന്ന സൂറത്താണ്. പിന്നെ അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം. അള്ളാഹു ഖുർആനിനെ ഒറ്റത്തവണ ഇറക്കാതെ ഘട്ടഘട്ടമായി ഇറക്കിയത് എന്തുകൊണ്ടായിരുന്നു? അറിയോ? എനിക്കറിയാം ഉസ്താദേ, ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്താനല്ലേ? അതെ, ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ ഒറ്റത്തവണ ഇറക്കാതെ ഘട്ടഘട്ടമായി ഇറക്കിയത്. അപ്പോൾ ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം. അൽ അബ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? അൽ അബ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം ഇൻസാൻ. അൽ അബ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഇൻസാൻ. അടുത്ത ചോദ്യം 5. മിഅ്റാജിൻ്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വക്ത് നിസ്കാരമാണ് ആദ്യം നൽകിയത്? ഉത്തരം ആർക്കെങ്കിലും അറിയോ? എനിക്കറിയാം ഉസ്താദേ, 50 അല്ലേ? മെടുക്കി, കറക്റ്റ്. മിഅ്റാജിൻ്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം നൽകിയത് നിസ്കാരം 50 വക്ത് നിസ്കാരമാണ്. അപ്പം ബാക്കി ചോദ്യം ഇനി നാളെ. എല്ലാവരും വീട്ടിൽ പോയിക്കോളും. ഇഷ്ടപ്പെട്ടില്ലേ ഇന്നത്തെ ചോദ്യം? ഇഷ്ടപ്പെട്ടു ഉസ്താദേ, എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു ഉസ്താദേ.